നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സത്യം പറഞ്ഞ ചന്ദ്രബോസെ, ഇത് കേട്ടിട്ട് ചിരി പോലും വരുന്നില്ല. അല്ല, എന്തു പറ്റി? മാനസിക നിലയ്ക്ക് വല്ല തകരാറ് സംഭവിച്ചോ? മാനസിക നില തകരും. എന്റെ അല്ല, നിന്റെ. സത്യം അറിയുമ്പോ ആശങ്കയ്ക്ക് വകയില്ലാതെ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് കേട്ടോളണം. ഈ വീടിന്റെ, അതായത് ഈശ്വരമംഗലത്തിന്റെ അവകാശികൾ ഇപ്പൊ ഞാനും ജ്യോതിർമയാണ്. കേട്ടില്ലേ? എന്തൊക്കെയാണോ CKC താനി വിളിച്ചു പറയുന്നത്? വെറുതെ ഭ്രാന്ത് പറയാതെ ഇറങ്ങി പോവാൻ നോക്ക്. ഭ്രാന്തോ? എനിക്കോ? പിന്നല്ലാതെ തനിക്ക് വട്ടില്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ വിളിച്ചു പോവോ? അല്ലെങ്കിലും സത്യങ്ങൾ ബോധ്യപ്പെടും വരെ അതിന് ഭ്രാന്തിന്റെ മുഖമായിരിക്കും. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി തരാൻ കാര്യങ്ങൾ. ഈ നിൽക്കുന്ന ഗൗതം ഗോപിനാഥ് ഈ വീടും വസ്തുവും എന്റെ പേരിൽ എഴുതി തന്നിരിക്കുകയാണ്. ഗൗതമിന് ഇനിയും ഞെട്ടാൻ തോന്നിയില്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നീയേ ഈ പ്രോപ്പർട്ടി പണയം വെച്ച് കടം വാങ്ങിയില്ലേ? ആ ഫിനാൻസ് സ്ഥാപനം എന്റേതാണ്. ഗൗതം, എന്തൊക്കെയാ ഇയാളീ പറയുന്നത്? ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് ₹1 പോലും വാങ്ങിയിട്ടില്ല നിധി. SG ഫിനാൻസിംഗ് കമ്പനിയുമായിട്ടാ എനിക്ക് ഇടപാട്. ഈ SG ഫിനാൻസ് കമ്പനി ആരുടേതാണെന്നാ ഗൗതം വിചാരിച്ചു വച്ചിരിക്കുന്നത്? ആ ഫിനാൻസ് സ്ഥാപനം ഈ CK ചന്ദ്രബോസിന്റേതാണ് ഗൗതം. എന്താ ചന്ദ്രബോസ് ഇത്? ഈ പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ? സത്യമാണ് വസുന്ധര. ഈ SG ഫിനാൻസിംഗ് കമ്പനി എന്റേതാണ്. ഗൗതം സംസാരിച്ചതും ഇടപാട് നടത്തിയതും ഒക്കെ എന്റെ സ്റ്റാഫിനോടാ. ഫിനാൻസിംഗ് കമ്പനി ആരുടേതെന്ന് പോലും അറിയാതെയാണോ പണം കടം വാങ്ങിയത്? ഓണർ എന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെട്ടത് വേറൊരാളായിരുന്നു. ഇയാളുടേതാണ് കമ്പനി എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന്റെ പടി പോലും ചവിട്ടില്ലായിരുന്നു. ചതിച്ചതാണ് ഇയാള്. അതാ ഇപ്പൊ നന്നായത്. ഇതിലെന്ത് ചതിയ ഗൗതം? ഗൗതമിനെ ആരും വിളിച്ച് ക്ഷണിച്ചുകൊണ്ടുപോയി പണം തന്നോന്നും അല്ലല്ലോ. ഞങ്ങളുടെ മാനേജറെ കണ്ടപ്പോ ഓണറാണെന്ന് ഗൗതം തെറ്റിദ്ധരിച്ചെങ്കിൽ അത് ഞങ്ങളുടെ തെറ്റൊന്നുമല്ല. മോനെ, എന്താ ഇത്? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? നീ ഞങ്ങൾ വിടില്ലാന്ന് തീരുമാനിച്ച് പുറകെ കൂടിയിരിക്കാനല്ലേ? എന്തിനാ നീ വീണ്ടും ഇങ്ങനെ ഒരു ചതി ഒപ്പിച്ചത്? ഇത് ബിസിനസ്സാണ് ഗോപിനാഥേ. എന്തോ ആയിക്കോട്ടെ, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഈശ്വരമംഗലം വീട് ഞങ്ങൾക്ക് സ്വന്തമാണെന്നതാ. അതെ, ഇതിപ്പോ ഗൗതം ഈ വീട് പണയപ്പെടുത്തിയത് നിങ്ങളുടെ കമ്പനിയിലാണെന്ന് തന്നെ വെച്ചോ. പണയപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ, ഇത് വിറ്റിട്ടൊന്നുമില്ലല്ലോ. അത് മനസ്സിലാക്കിക്കോ. നിധി പറഞ്ഞത് മനസ്സിലായില്ലേ? പണയപ്പെടുത്തി എന്ന് കരുതി ഇത് സ്വന്തമാകണമെന്നില്ലല്ലോ. ഇറങ്ങി പോവാൻ നോക്കണോ താൻ? ബാക്കി എന്താന്ന് വെച്ചാ ഞാൻ നോക്കിക്കോളാം. അവിടെയാണ് ഗൗതമിന് തെറ്റിയത്. ആ എഗ്രിമെന്റ് വായിച്ചു നോക്കിയിട്ടാണോ സൈൻ ചെയ്തത്? പണം വാങ്ങിയ 5 ദിവസത്തിനുള്ളിൽ മുഴുവൻ പണവും പലിശയും തിരിച്ചടച്ച് സെറ്റിൽ ചെയ്തില്ല എങ്കിൽ വീട് ഞങ്ങൾക്ക് സ്വന്തമാകുമെന്നാണ് ഗൗതം എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്നത്. ഇപ്പോഴേ 5 ദിവസം കഴിഞ്ഞു. എന്തൊക്കെയാ ഗൗതം ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ല, ഞാൻ അങ്ങനെ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടില്ല. എഗ്രിമെന്റിന്റെ PDF എനിക്ക് അയച്ചു തന്നാണ്. ഇവിടെ വെച്ച് തന്നെ ഞാൻ വായിച്ചു നോക്കിയതുമാണ്. അവിടെ ചെന്നിട്ടും ഒറിജിനൽ ഞാൻ ചെക്ക് ചെയ്തതാണ്. സെയിം കോപ്പി ആയിരുന്നു. അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ഗൗതം സൈൻ ചെയ്തു തന്ന എഗ്രിമെന്റ് ഞാൻ തരാം. ഡ്രൈവർ, വായിച്ചു നോക്ക്.
എന്തൊന്നു മോളെ ഇത്? എല്ലാ മുദ്രപത്രത്തിലും ഗൗതം ഗോപിനാഥിന്റെ സിഗ്നേച്ചർ തന്നെയല്ലേ കിടക്കുന്നത്? എന്തോ സിഗ്നൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് മാറി സംസാരിക്കും. ഹലോ ഹലോ ചതിയാ, നിന്നെ വെച്ചേക്കില്ല, കൊല്ലും ഞാൻ. ഏയ്, നീ കാണിച്ച മണ്ടത്തരത്തിനൊക്കെ അയാളുടെ മെക്കെട്ട് കയറുന്ന എന്തിനാ? അടങ്ങി നിക്ക് നീ അവിടെ. അമ്മേ, ഇത് ഒന്നാം തരം ചീറ്റിംഗാ. ഞാൻ വായിച്ചു നോക്കി സൈൻ ചെയ്ത എഗ്രിമെന്റ് ഇതല്ല. പറയടോ, ഇതിനിടയിൽ താൻ എന്ത് ട്രാപ്പാടോ ഒപ്പിച്ചത്? നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അഞ്ച് ദിവസത്തിനകം പണം തിരികെ അടച്ചില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി CK ചന്ദ്രബോസിന്റെയും ജ്യോതിർമയുടെയും പേരിലേക്കാകുമെന്ന് ഇതില് നീ തന്നെയല്ലേ ഗൗതം ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നേ? അമ്മ, ഞാൻ വായിച്ച എഗ്രിമെന്റിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി നീ ഒന്നും പറയണ്ട. ഈ സിഗ്നേച്ചർ നിന്റെ തന്നെയല്ലേ? നിന്റെ ഭർത്താവ് ചെയ്ത പണിയാ, വായിച്ചു നോക്ക് നീ. ഇനി ഇത് എത്ര പേര് വായിച്ചാലും സത്യമല്ലാതായി മാറില്ല. എഗ്രിമെന്റ് പ്രകാരം ഇന്നലത്തോടെ 5 ദിവസം കഴിഞ്ഞു. സോ വീട്, അതായത് ഈശ്വരമംഗലം, ഇനി ഞങ്ങൾക്ക് സ്വന്തം. ഓക്കെ.